ശ്രവിക്കുന്ന പ്രിയമുള്ളവർ ഏവർക്കും എളിയദാസിൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നിന്നും അല്പസമയങ്ങളിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം യേശുവിനെ കാണുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കണം. യേശുവിനെ കാണുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 21-ാം വേദഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിനടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യം ഉണ്ട് എന്ന് അപേക്ഷിച്ചു. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണർവിനഗ്നിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ നിറയ്ക്കുമപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നാം വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ ചരിത്ര യാഥാർത്ഥ്യം, വസ്തുത, യേശുവിനെ കാണുവാൻ യവനന്മാർ ആഗ്രഹിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം എഴുതുമ്പോൾ വ്യക്തമായിട്ടും അതിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവ് ചെയ്ത നിരവധി അടയാളങ്ങൾ എഴുതിക്കൊണ്ട് യോഹന്നാൻ ഉറപ്പിച്ചതായ ഒരു വസ്തുതയുണ്ട്. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അവിടുന്ന് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ പുസ്തകത്തിൽ എഴുതിയാൽ തീരത്തില്ല. ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം വിശ്വസിക്കുന്നെങ്കിൽ, നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്ന കർത്താവിനെയാണ് നാം ഇന്ന് രാത്രിയിലും ആരാധിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്തിൽ യവനന്മാരായ ചില മനുഷ്യർ വന്ന് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. സർ, വി വാണ്ട് ടു സീ ജീസസ്. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് യേശുവിനെ കാണണം. രണ്ട്, നമ്മളോട് ചിലർ ആവശ്യപ്പെടണം, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന് ചിലർ പറയണം. 3.5 വർഷത്തെ പ്രവൃത്തി കാലഘട്ടത്തിൽ യേശു ഗലീലയിലും യഹൂദയിലും ശമര്യയിലും തൻ്റെ പ്രവർത്തന മേഖലകൾ കേന്ദ്രീകരിച്ചപ്പോൾ അതിന് പുറത്തുനിന്ന് ജനം കടന്നു വരാൻ കാരണം ആ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത ചില പ്രവർത്തികൾ യേശു ചെയ്തു. ആരെക്കൊണ്ടും കഴിയാത്തത് യേശു ചെയ്തു. പ്രൈസ് ദി ലോർഡ്. രോഗികളെ ഒക്കെയും യേശു സൗഖ്യമാക്കി, ഭൂതങ്ങളെ യേശു പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിപ്പാൻ ഇടയായി, പ്രകൃതിയെ കർത്താവ് നിയന്ത്രിപ്പാനിടയായി. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അന്ന് മാത്രമല്ല ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ ഹെരോദാവിനോ പീലാത്തോസിനോ മറ്റ് ഭരണാധികാരികൾക്കോ ചെയ്യുവാൻ കഴിയാത്തത് യേശു ചെയ്തു. യേശു എവിടെയാണ് അത്ഭുതങ്ങൾ ചെയ്തത്?
ജനത്തിന് എവിടെ ആവശ്യമുണ്ടോ, ദൈവനാമം എവിടെ മഹത്വപ്പെടണമോ അവിടെ എല്ലാം കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ജനം വേദനിക്കുന്നത് കണ്ടപ്പോൾ, ജനം കരയുന്നത് കണ്ടപ്പോൾ അവൻ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ജനം ക്ഷീണിതരായി കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നേ മതിയാകൂ എന്നൊരു സ്ഥിതിയിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനോട് പറയുക. അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ശക്തനായ ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലാസറിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തു മരിച്ച് 3 ദിനം കഴിഞ്ഞിട്ട് അവിടെ എത്തിയത് അനുശോചനം പറയാനല്ല, യേശു ക്രിസ്തു ഉയർപ്പിനാ വന്നത്. ബാക്കി പലരും അവിടെ കടന്നു വന്നത് അവിടെ അവരുടെ കൂടെ കരയാനും ആശ്വസിപ്പിക്കാനും വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, എൻ്റെ തമ്പുരാൻ പറഞ്ഞത് അനുശോചനം പറയാൻ വന്നവനല്ല, അത്ഭുതം ചെയ്യാൻ വന്നവനാ. രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അനുശോചനം പറയാൻ വന്നവനല്ല യേശു ക്രിസ്തു, മറിച്ച് അത്ഭുതങ്ങൾ ചെയ്യാൻ കടന്നു വന്നവനാണ് യേശു ക്രിസ്തു. ഈ ട്രൂ ഫെയ്ത്ത് ആ മിനിസ്ട്രിയിലൂടെ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, സ്തോത്രം. നമ്മുടെ കർത്താവ് അത്ഭുതവാനാ. അവൻ മിറക്കിൾ വർക്കറാണ്, അത്ഭുത മന്ത്രി എന്നാണ് അവന്റെ പേര്. ബാക്കി ആർക്കും കഴിയാത്ത കാര്യങ്ങൾ യേശു ക്രിസ്തുവിന് മാത്രം സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ പക്കൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ ഒന്ന് എടുത്തു നോക്കി. ഹല്ലേലൂയ. മനുഷ്യരാകുന്ന നമുക്കൊക്കെ ഒത്തിരി ഞെരുക്കവും ഇടുക്കവും പഞ്ഞവും ഒക്കെ ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ നോക്ക. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അവരുടെ വയറ് നിറയ്ക്കുക മാത്രമല്ല, അധികം വന്നതുകൊണ്ട് കൊട്ടയും നിറച്ചു. നമ്മുടെ ദൈവമാരാ, കർത്താവാരാ? ഇന്ന് രാത്രിയിലും ആ കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. പുരുഷാരത്തിന്റെ വയറ് മാത്രമല്ല, ശേഷിപ്പ് കൊണ്ട് കൊട്ടകൾ നിറയത്തക്കതുപോലെ ഒരു മിറക്കിൾ ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കാനാവിലെ കല്യാണത്തിന് വിരുന്നുവാഴി അറിയാത്ത നിലയിലുള്ള ഏറ്റവും മുന്തിയ വീഞ്ഞ് ആമേൻ ആവശ്യമുള്ളതുപോലെ ആ ഭവനത്തിന് കടന്നു വന്ന ജനത്തിനും ഒരുക്കി കൊടുത്തവനാ നമ്മുടെ കർത്താവ്. അവിടെ നിലവിലുണ്ടായിരുന്ന വിരുന്നുവാഴിക്ക് പോരായ്മ നികത്താൻ കഴിഞ്ഞില്ല. പോരായ്മയായിരുന്നു അദ്ദേഹത്തിന്റെ കലവറയിലെ പ്രവർത്തനം. എന്നാൽ എൻ്റെ യേശുവിൻ്റെ പ്രവർത്തനം പോരായ്മകൾ നികത്തക്കത്തതുപോലെ രാത്രി ചിലരോട് ഓർപ്പിക്കുന്നു, പോരായ്മകളെ നികത്തുവാൻ കഴിവുള്ള ഒരുവനെയാ നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ പോരായ്മകളെ നികത്തുവാൻ ശക്തനായ ഒരുവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും ലഭിച്ചില്ല. നസറേനായ യേശു ക്രിസ്തുവിന്റെ വാക്കിന് അവർ വലയിറക്കി. ആമേൻ. ഒരു പൊടിമീൻ പോലും കേറാത്ത വലയിൽ ആമേൻ പെരുത്ത മീൻകൂട്ടം അകപ്പെടുവാൻ കാരണം യേശുവിന്റെ വാക്കിന്റെ ശക്തിയാ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ അവൻ അത്ഭുതം ചെയ്തു. ജനത്തിനപ്പം കൊണ്ട് അവരെ നിറപ്പാനിടയായി തീർന്നു. ആമേൻ. വിരുന്നു വീട്ടിൽ അവൻ അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കി സമൃദ്ധമായി അവർക്ക് വിജു കൊടുത്തു. മാത്രമല്ല, കടലിൽ അവൻ അത്ഭുതം ചെയ്തു. അവിടെ പെരുത്ത മീൻകൂട്ടം പിടിപ്പാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ മേഖല എവിടെയാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും, മരുഭൂമിയിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, കടലിലാണെങ്കിലും, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനോട് പറയുകയാണ്, ഏതു മേഖലയിലാണെങ്കിലും എൻ്റെ കർത്താവിന്റെ കരത്തിന് ഒരത്ഭുതം ചെയ്യുവാനായിട്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉടവല ഹത്തുല വൈഡവല. ഇനി രാത്രിയിലും അത്ഭുതങ്ങളുടെ രാത്രിയാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ അത്ഭുതം ചെയ്തവൻ, വിരുന്നു വീട്ടിൽ അത്ഭുതം ചെയ്തവൻ, വിലാപ ഭവനത്തിൽ അത്ഭുതം ചെയ്തവൻ, ഹല്ലേലൂയ, പള്ളിയിൽ അത്ഭുതം ചെയ്തവൻ, വീതികളിൽ അത്ഭുതം ചെയ്തവൻ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം നാം അനുഭവിക്കണം. ഫിലിപ്പോസിനോട് യവനന്മാർ പറയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം.
അവർക്ക് കാണാൻ യേശുവിൻ്റെ ഉയരമോ യേശുവിൻ്റെ വണ്ണമോ യേശുവിൻ്റെ വസ്ത്രമോ ഒന്നുമല്ല, യേശുവിൻ്റെ പ്രവർത്തികൾ. പ്രൈസ് ദി ലോർഡ്. ബാക്കി ആരും പ്രവർത്തിക്കാത്ത നിലകളിൽ 3.5 വർഷക്കാലം യേശു ക്രിസ്തു പ്രവർത്തിച്ചത്. ബാക്കി ആരും സംസാരിക്കാത്ത നിലകളിലാ യേശു ക്രിസ്തു സംസാരിപ്പാനിടയായത്. രാത്രിയിലും ഈ തിരുവല്ല പട്ടണത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, തുല്യനില്ലാത്തതായ ഒരു നാമമുണ്ടെങ്കിൽ ഇത് യേശു ക്രിസ്തുവിന്റെ നാമമാ. അതുല്യമായ നാമം, അതിശ്രേഷ്ഠമായ നാമം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യനാരുമില്ല. ആ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. രാത്രിയിലും നമ്മൾ യേശു ക്രിസ്തുവിനെ നാമമാ ഉയർത്തുന്നത്. അത് എല്ലാ നാമത്തിലും മേലായ നാമമാര്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമ. വല്ലഭത്വമുള്ള നാമം, അത്ഭുതങ്ങളുടെ നാമം ഈ രാത്രിയിലും ഇവിടെ ഉയരുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് യവനന്മാര് വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. യേശുവിനെ കാണണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ ചേട്ടാ ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്നല്ല പറഞ്ഞത്. എന്താ വിളിച്ചത്? യജമാനനെ. ഓ പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസും അന്ത്രയോസും പത്രോസും ഒക്കെ മുക്കുവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവരെ വിളിക്കുകയാണ് യജമാനനെ. അവരുടെ വസ്ത്രം കണ്ടിട്ടല്ല, അവരുടെ പെട്ടി കണ്ടിട്ടല്ല, അവരുടെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല. ഒറ്റക്കാരി, അവർ യേശുവിനോട് കൂടെയായിരുന്നു. രാത്രി ഒരു ദൂത് വിളിച്ചു പറയാ, നീ യേശുവിനോട് കൂടെയാണെങ്കിൽ നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും, നിന്റെ ഡിഗ്നിറ്റിയെ ദൈവം മാറ്റും, നിന്റെ ഐഡന്റിറ്റിയെ ദൈവം മാറ്റും. ഇന്ന് രാത്രി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്ക. അടബല ഹത്തല വൈഡപ്ലൗഡമന. നിന്റെ സ്ഥിതി മാറണമെങ്കിൽ, നിന്റെ തലമുറയുടെ സ്ഥിതി മാറണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറണമെങ്കിൽ അത് മാറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു എന്ന് മാത്രമാ. സ്തോത്രം. അയിലയും മത്തിയും നെയ്മീനും കരിമീനും ഒക്കെ വിറ്റ് നടന്ന, അതിനെ പിടിച്ചുകൊണ്ട് നടന്ന സാധാരണക്കാരായ മുക്കുവരായ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുക. യവനന്മാര് വന്ന് വിളിക്കുക യജമാനനെ. എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവരുടെ ക്വാളിഫിക്കേഷൻ അവർ യേശുവിനോട് കൂടെയായിരുന്നു. പഠിപ്പില്ല, വിദ്യാഭ്യാസം കുറവാണ്, പക്ഷെ അവർ യേശുവിനോട് കൂടെയായിരുന്നു. രാത്രി ശക്തമായി ആത്മാവിൽ വിളിച്ചു പറയാം, ഒരുവൻ യേശുവിനോട് കൂടെയാണെങ്കിൽ അവന് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല, പണം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല, ആമേൻ, കുടുംബ മഹിമ ഉണ്ടോ ഇല്ലയോ വിഷയമല്ല. നീ യേശുവിനോട് കൂടെയാണെങ്കിൽ നിന്റെ ഐഡന്റിറ്റി മാറുകയാണ്, നിന്റെ സ്ഥിതി മാറുകയാണ്. സർ, വി വാണ്ട് ടു സീ ജീസസ്. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ കാണണം? പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടും കളിപ്രേമികൾ ഫുട്ബോൾ കാണുന്ന കാലഘട്ടമാണ്. സ്തോത്രം. ചിലർ പറയുന്നത് ഞങ്ങൾക്ക് ബ്രസീലിന്റെ കളി കണ്ടാൽ മതി, ഞങ്ങൾക്ക് അർജന്റീനയുടെ കളി കണ്ടാൽ മതി. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൈവ പൈതലിന് പറയാനുള്ളത്, എനിക്ക് യേശുവിനെ കാണണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് യേശുവിനെ കാണണമെന്നുള്ളത്? ഇന്ന് രാത്രി എൻ്റെ കർത്താവിനെ എനിക്ക് കാണണമെന്നുള്ളത്, എൻ്റെ യേശുവിനെ എനിക്ക് കാണണമെന്നുള്ളത് ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ മനോഹരത്വം കാണുവാൻ സങ്കീർത്തനക്കാരൻ ആമേൻ ഒരിക്കൽ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഒന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ മനോഹരത്വം ഒന്ന് കാണുവാൻ തക്കവണ്ണം. അതിനുവേണ്ടി താൻ അപേക്ഷിക്കുകയാണ് ദൈവത്തോട്, അതിനുവേണ്ടി താൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ മനോഹരത്വം ഒന്ന് കാണുവാൻ. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. യഹോവയുടെ മനോഹരത്വം കാണാനും, യഹോവയുടെ അപേക്ഷിച്ച കാര്യം എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ആരപേക്ഷിച്ചും എനിക്ക് എൻ്റെ കർത്താവിന്റെ മനോഹരത്വം ഒന്ന് കാണണം, അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം, അവന്റെ അഭിഷേകം എന്നിന്മേലൊന്ന് വീഴണം.
ഉടബല ഹത്തല വൈഡ പ്രൗഢമല. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ഉണർവിന് വേണ്ടി, ഒരു ആമേൻ ആമേൻ ഹല്ലേലൂയ ഗ്ലോബൽ ആയിട്ടുള്ള റിവൈവലിന് വേണ്ടി ആരാഗ്രഹിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങയുടെ മനോഹരിത്വം എനിക്ക് കാണണം, എൻ്റെ ഭവനത്തിൽ ആ മനോഹരിത്വം വെളിപ്പെടണം, എൻ്റെ കുടുംബത്തിൽ ആ മനോഹരിത്വം വെളിപ്പെടണം, എൻ്റെ തലമുറയിൽ ആ മനോഹരിത്വം വെളിപ്പെടണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ചർച്ചയിൽ ആ മനോഹരിത്വം വെളിപ്പെടണം, എൻ്റെ മിനിസ്ട്രിയിൽ ആ മനോഹരിത്വം വെളിപ്പെടണം. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ മനോഹരിത്വം എനിക്ക് കാണണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, കർത്താവേ എനിക്ക് അങ്ങയൊന്ന് കാണണം, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നോ, ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടത്തു നിന്നു, ഉയർത്തി ഇന്നോളം എന്നെ നിർത്തിയവൻ, ഉയർത്തി ഇന്നോളം എന്നെ നിർത്തിയവൻ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും യേശുവിൽ, എനിക്കെൻ്റെ യേശുവിൻ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ അനുഭവത്തിലൂടെ നമ്മൾ കർത്താവിനെ കാണണം. 6-ാം വയസ്സിൽ തൻ്റെ ജീവിതാനുഭവത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയവനാണ് D.L. മൂഡി. പ്രൈസ് ദി ലോർഡ്. D.L. മൂഡി ഒരു ബാലനായിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഗ്രാമത്തിൽ താൻ ഓടി നടക്കുമ്പോൾ ഒരു വലിയ വേലിക്കല്ല് ബാലനായ D.L. മൂഡിയുടെ മേൽ വീണു. 6-ാം വയസ്സാണ്. താൻ ഉയർത്താൻ നോക്കിയിട്ട് ആ വേലിക്കല്ല് പൊങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. താൻ നിലവിളിച്ചു, ആരും തന്നെ നിലവിളി കേട്ടില്ല. വിജനമായ സ്ഥലം, വേലിക്കല്ല് തൻ്റെ മേത്ത് വീണു. താൻ അവസാനം ദൈവത്തോട് പ്രാർത്ഥിച്ചു, തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ആ തൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഒരസാധാരണ ശക്തി തൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു. ആമേൻ. അനക്കുവാൻ കഴിയാത്തതായ ആ വേലിക്കല്ല് നിസ്സാരമായിട്ട് താൻ പൊക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ആദ്യമായി ഹൃദയം നുറങ്ങി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ മേലൊരു അസാധാരണ ദൈവകൃപ വ്യാപരിച്ചു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മനോഹരത്വം കർത്താവിനെ ആദ്യമായിട്ട് ജീവിതത്തിൽ D.L. മൂഡി തിരിച്ചറിഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രതിസന്ധികൾ ദൈവവൈതലിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതല്ല, കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നിന്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, ഉടബല ഹംദല ജാനക ധീര ബൗഡ രഗദ ഓ റിഖ ബാബ റൂഡ ബാബ ഉടബല ഹത്തല ബൗഡ രംദല വച്ചല വത്തല വൈഡ അടകൽ കൗഡ ദീപ രാജ റീബ രാജ ഉടബല ബൗഡ രംദല വച്ചല വത്തല വൈഡ രംദല ജാല. ഹല്ലേലൂയ. ജീവിതത്തിൽ അങ്ങനെ വേലിക്കല്ല് തൻ്റെ മേത്ത് വീണതുകൊണ്ട് താൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൻ്റെ മേൽ ഒരു പ്രത്യേക ശക്തി കൊടുത്തു. ഒരു ബാലന് പൊക്കാൻ കഴിയാത്ത വേലിക്കല്ല് താൻ പൊക്കി മാറ്റി.
അന്നാണ് താൻ യഥാർത്ഥമായി യേശുവിനെ കാണുവാനിടയായത്, യേശുവിൻ്റെ മനോഹരത്വം കാണുവാനിടയായത്. ലോകമറിയപ്പെട്ട ഏറ്റവും വലിയ സുവിശേഷകനായി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ സുവിശേഷ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിലേക്ക് നേടുവാൻ D.L. മോഡി എന്ന് പറയുന്ന ഒരു ലോക സുവിശേഷകനെ വാർത്തെടുക്കുവാനുള്ള പ്രഥമ സംഭവമായിരുന്നു അത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്ന ചില പ്രതിസന്ധികൾ, ഇന്നലകളിൽ വന്ന ചില കഷ്ടതകൾ നിന്നെ തകർക്കുവാനുള്ളതല്ല. ലോകത്തിൽ ഒരു മികച്ച സുവിശേഷകനായി, ഒരു ശുശ്രൂഷകനായി, ഒരു അഭിഷക്തനായി, അഭിഷേകമുള്ളവനായി ഉടവല എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രിയില് ദൈവം നിന്നെ പണിതെടുക്കുവാനുള്ള ചില സംഭവങ്ങളായിരുന്നു, ചില അനുഭവങ്ങളായിരുന്നു. ഉടവല ഹംദല ബൈഡബലാരാ ധീരാ ബൗഡാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് യേശുവിനെ കാണണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡൽ അമേരിക്കയിൽ റിലീസാകാൻ പോവുകയാണ്. ഒത്തിരി ആരാധകർ, ഐഫോണിന്റെ ആരാധകർ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക. ഇന്ന് രാത്രി നമ്മുടെ പ്രതീക്ഷ ഐഫോൺ എന്ന് റിലീസാവുക എന്നുള്ളതല്ല പുതിയ മോഡല്, മറിച്ച് എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം, എൻ്റെ കർത്താവിൻ്റെ മനോഹരത്വം ഒന്ന് കാണണം. ഇവിടെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്, ദൈവദൂതന്മാർ ഇവിടെ ഉണ്ട്. ഓ, അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടബല ഹത്തല ബൗഡബ റീബല ഹംദല വൈഡ. ഓ റിഖബാല ദൂര ബാബ. യെസ്, ദൈവശക്തി വ്യാപരിക്കട്ടെ. അടകച്ചാര ധീര പ്രൗഢ ഹർത്തൽ കമന അത്തല ബൗഡബ റീബല ഹംദല വൈഡബ രഗദല ജാല ഉഡാബാബ റൂഡാബാല ഹംദാരാഡ വൈഡാരാഡ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. സ്വത്രം. യേശുവിനെ കാണുക. പത്രോസിന്റെ 2-ാം ലേഖനം 1:16 വാക്യത്തിൽ പത്രോസ് ശ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചു, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്ര. മഹിമ കണ്ട സാക്ഷികൾ. നമ്മൾ പാടാറുള്ള പാട്ടാണല്ലോ, മഹിമ കണ്ട സാക്ഷികളെ. ഹല്ലേലൂയ. മഹിമ കണ്ട സാക്ഷികൾ. ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് നിർമ്മിത കഥയുടെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ കർത്താവിന്റെ മഹിമ കണ്ടവരാ. മത്തായി സുവിശേഷം 28:15 വാക്യത്തിൽ ആമേൻ നാം വായിക്കുന്നുണ്ട്. 13-ാം വാക്യവും 15-ാം വാക്യവും വായിക്കുമ്പോൾ യഹൂദന്മാർ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. എന്ത് കഥയാണ്? യേശു ക്രിസ്തുവിന്റെ ശരീരം രാത്രിയിൽ ശിഷ്യന്മാരെന്ത് ചെയ്തു? മോഷ്ടിച്ചു കൊണ്ടുപോയി ഒരു കഥ മെനഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യം വായിക്കുമ്പോൾ 28:15 അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ. ഏത് കഥയാണ്? 13-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി. യേശുവിന്റെ ശരീരം ശിഷ്യന്മാര് കട്ടുകൊണ്ടുപോയെന്നൊരു കഥ യഹൂദന്മാരുടെ ഇടയിൽ ആമേൻ പരക്കെ ഉള്ള ഒരു പ്രചരണമുണ്ടായി. യേശുവിന്റെ ശിഷ്യന്മാര് ആമേൻ കട്ടുകൊണ്ടുപോയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉയർപ്പിന് സാക്ഷിയാകാത്തവൻ കഥയ്ക്ക് പുറകിന് പോവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ 12 പേർക്ക് പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, 120 പേരിലധികം പ്രത്യക്ഷനായി തീർന്നു. ആമേൻ. അവരൊക്കെ മഹിമ കണ്ടവരാണ്, ഉയർത്തെഴുന്നേറ്റവനെ കണ്ടവരാണ്. അവരോട് കഥ പറഞ്ഞാൽ അവർക്ക് ഈ കഥ ചെലവാകത്തില്ല. നിന്റെ കഥ ഞങ്ങളുടെ ഇടയിൽ ചെലവാകത്തില്ല. കാരണം എന്താ? ഞങ്ങൾ മഹിമ കണ്ടവരാ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ദൈവമക്കളുടെ ഇടയിൽ അവൻ ശത്രുവിന്റെ കഥകൾ ചെലവാകത്തില്ല. ശത്രു പറയുന്ന കഥ കട്ടോണ്ട് പോയ കഥയാ. എന്നാൽ ദൈവജനത്തിന് പറയാനുള്ള ചരിത്രം ഉയർത്തെഴുന്നേൽപ്പിന്റെയാ.
ഇന്ന് രാത്രിയിലും നമ്മളിൽ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാ, റിസറക്ഷൻ പവറാ നമ്മളിൽ വ്യാപരിക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിലോ റിസറക്ഷൻ പവർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആമേൻ, സ്തോത്രം. കല്ല് ഉരുണ്ടു മാറുവാൻ ഇടയായിത്തീരും, പടയാളികൾ താഴെ വീഴുവാൻ ഇടയായിത്തീരും, മുദ്ര പൊട്ടുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു റിസറക്ഷൻ പവർ വ്യാപരിക്കണം. ആമേൻ. ഭവനത്തിലോ വീതികളിലോ യാത്രകളിലോ ഏത് രാജ്യത്തോ ഇന്ന് നീ ആയിരിക്കട്ടെ, ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്ക, ഒരു റിസറക്ഷൻ പവർ വ്യാപരിക്കണമെന്ന്. ഉടവല ബൗഡവ രംദല വക്ഷല വത്തല ബൗഡാ രാജ ഉഡാ രാജ ഹത്താ രാജ റിഖാ രാജ ഹംദാ രാജ അടബൽ ഖൗഡാ റീബൽ ഖമന ഹപ്ത പ്രൗഡാ രഗദാ രാജ. അസാധാരണ ദൈവകൃപ ചില ദൈവമക്കളിൽ ദൈവദാസന്മാരിൽ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയാൻ. ഓ റിഖലവ ശംദല ബൗഡബല ഗടഗ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിസറക്ഷൻ പവറിന്റെ പ്രത്യേകത അതാ, കല്ല് ഉരുണ്ടു മാറും. സ്തോത്രം. ലാസറിന്റെ ആ കല്ലറക്കലെ കല്ല് ഉരുട്ടി മാറ്റാൻ കർത്താവ് പറഞ്ഞു. പക്ഷെ ക്രിസ്തുവിന്റെ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റാൻ ഒരു മനുഷ്യന്റെ ആവശ്യം വന്നില്ല, കാരണം റിസറക്ഷൻ പവറാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ അടച്ചു വെച്ച ചില കല്ലുകൾ, ചില കല്ലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്, ഉരുണ്ടു മാറാൻ പോവുകയാണ്. മുദ്രകൾ പൊട്ടും കേട്ടോ. ശത്രു വെച്ചിരിക്കുന്ന അവന്റെ ഇംപീരിയൽ മുദ്ര പൊട്ടാൻ പോവുകയാണ്. അകത്തിരിക്കുന്നവൻ പുറത്തു വരാതെ, ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, അകത്തിരിക്കുന്നവൻ പുറത്തു വരാതെ വണ്ണം ശത്രു വെച്ച ചില മുദ്രകൾ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റിസറക്ഷൻ പവർ ദൈവസഭയിൽ വ്യാപരിക്കുമ്പോൾ ഉടബല ഹത്തല വൈഡപ്രമന, അകത്ത് ഇരിക്കുന്നവൻ പുറത്തു വരുവാൻ ഇടയായിത്തീരും. കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് വ്യാപരിക്കുന്ന റിസറക്ഷൻ പവറാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ യേശുവിനെ കാണണമെന്ന് ഒരു മനുഷ്യന്റെ ആഗ്രഹം. അദ്ദേഹത്തിന് വലിയ പൊക്കമൊന്നുമില്ല, ആളുകളിൽ കുറിയവനായിരുന്നു. സക്കായി എന്നാണ് അദ്ദേഹത്തിന്റെ പേർ. അദ്ദേഹം യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. വലിയ ആഗ്രഹമൊന്നുമില്ല, യേശുവിനെ ഒന്ന് കണ്ടാ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ധാരാളം പേര് കണ്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കണ്ടിട്ട് പോയാ മതി, കണ്ടിട്ട് സൈപ്പ് ചെയ്ത് വിടും. കണ്ടാ മതി, ചിലർക്കതാ കണ്ടാ മതി. സക്കായിയുടെ ആഗ്രഹം കണ്ടാ മതി. പക്ഷേ കാണാൻ ആഗ്രഹിച്ചവന്റെ ഭവനത്തിൽ പാർപ്പാൻ ആഗ്രഹിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കാണാൻ ആഗ്രഹിച്ചവന്റെ ഭവനത്തിൽ പാർപ്പാൻ ആഗ്രഹിച്ചവൻ. സക്കായിയോട് യേശു എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർപ്പാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, കണ്ടിട്ട് പോകുന്ന മിനിസ്ട്രി അല്ല ഇത് പാർക്കുന്ന മിനിസ്ട്രിയാ. നേരം വൈകുന്നത് കൊണ്ട് എമ്മൗസിലെ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളോടുകൂടെ പാർക്കാ, നേരം വൈകുന്നു. അതേ കാലഘട്ടം അത് അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ കർത്താവിനോട് കൂടെ പാർപ്പാൻ മനസ്സുള്ള ഒരു സമൂഹം ഉപവാസത്താലും പ്രാർത്ഥനയാലും അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകളാലും ഉടബല ഹത്തല വൈഡപ്രമന അവനോട് കൂടെ പാർപ്പാൻ ദൈവജനം ഒരുക്കപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സക്കായി യേശുവിനെ കണ്ടതുകൊണ്ട് സക്കായിയുടെ ജീവിതത്തിൽ എന്തുണ്ടായി? ഒരു വലിയ മാനസാന്തരമുണ്ടായി. സക്കായി പറഞ്ഞു, ആമേൻ, ചതിവായി വാങ്ങിച്ചതെല്ലാം ഞാൻ മടക്കി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഒരുവൻ കണ്ടാൽ അവന്റെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പിന്നെ കൊടുക്കുന്നവനായി തീരും. സ്തോത്ര. വചനം പറയുന്നു, മനുഷ്യപുത്രന്മാരെ കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിലെ സ്തോത്ര. നിനക്ക് സൗകര്യമുള്ളപ്പോഴും നിനക്ക് സാഹചര്യമുള്ളപ്പോഴും മാത്രമല്ല, ദൈവത്തിന്റെ നാമത്തിന് അവന് തക്ക മഹത്വം കൊടുക്കാൻ നീ തയ്യാറാകണം. തക്ക നന്മ കൊടുക്കുവാൻ തയ്യാറാകണം. കാരണം അവൻ അതിന് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്.
എരിഹോ കോട്ട ഇടിഞ്ഞത് മനുഷ്യന്റെ JCB കൊണ്ടല്ല. എരിഹോ കോട്ട ഇടിഞ്ഞത് ഭോഷന്മാരായ ഒരു പറ്റം ജനം 7-ാം ദിവസം 7-ാം പ്രാവശ്യം ആർപ്പിട്ടപ്പോഴാ കോട്ട ഇടിയുവാനിടയായി തീർന്നത് കേട്ടോ. ആമേൻ. യഹോശാഫാത്ത് രാജാവിന് നേരെ ഒരു പറ്റം സൈന്യം വന്നപ്പോൾ, അമോന്യരും മോവാബ്യരും മെയ്യൂന്യരും വന്നപ്പോൾ പാടി ദൈവത്തെ ആരാധിച്ചു. ദൈവം പതിയിരിപ്പുകാരെ വരുത്തി ശത്രുവിനെ ഓടിപ്പാനിടയായി തീർന്നു. പാടി സ്തുതിച്ചാൽ ശത്രു ഓടുവാനിടയായി തീരും. പൈശാചിക മണ്ഡലങ്ങളെ ഭയപ്പെടുന്നവരല്ല. ദൈവിക ആരാധന ദൈവത്തിന് കൊടുക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഓടേണ്ടവൻ ഓടുവാനിടയായി തീരും. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിച്ചു. ആരാധനയിൽ എന്ത് സംഭവിച്ചു? ആമേൻ. കാരാഗൃഹത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളൊക്കെ തുറപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു ദൂത് വിളിച്ചു പറയാം. പൗലോസും ശീലാസും ആരാധിച്ചത് അസമയത്തല്ലേ? അർദ്ധരാത്രിയിൽ അവരാരാധിച്ച ഇടം കാരാഗ്രഹമാണ്. സ്തോത്ര. സ്ഥലം വിഷയമല്ല, സമയം വിഷയമല്ല. നീ സ്ഥലവും സമയവും നോക്കാതെ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചിലതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകും. ചില വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രിയിലും വാതിലുകൾ തുറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഉടബല ബൗഡബല ഹത്തല ബൗഡബല ഹത്തല വൈഡബല ഹംദല ജാല ഉടബാര ഹത്ത രാജ റീബ രാജ ഹംദ രാജ. ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന വാതിലുകൾ നമ്മുടെ കർത്താവ് തുറക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനു വേണ്ടി ദൈവം ഇരുമ്പ് വാതിലുകൾ തുറപ്പാനിടയായി. കോരസിനു വേണ്ടി ദൈവം താമ്രവാതിലുകൾ തുറപ്പാനിടയായി. പൗലോസിനു വേണ്ടി ദൈവം വലുതും സഫലവുമായ വാതിൽ തുറപ്പാനിടയായി. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ചർച്ചിന് വേണ്ടി വാതിൽ തുറക്കും. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി വാതിൽ തുറക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഉടബല ഹംദല ജാലക ദീപ ബൗഡ രാജ. താങ്ക് യു ലോർഡ്. സഖാ യേശുവിനെ കണ്ടു. ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്നത് യേശുവിനെ ഒന്ന് കാണണം. യോഹന്നാന്റെ സുവിശേഷം 12:41 വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 12:41, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ആര് കണ്ടു? യെശയ്യാവ്. യേശു ജനിക്കുന്നതിന് 700 വർഷം പുറകിൽ ജീവിച്ച ഭക്തനാണ് ആര്? പ്രവാചകനാണ് യെശയ്യാവ്. വചനം എഴുതിയിരിക്കുന്നു, യേശുവിന്റെ തേജസ് ആര് കണ്ടു? യേശു ജനിക്കുന്നതിന് 700 വർഷം പുറകിൽ ജീവിച്ച മനുഷ്യൻ അവന്റെ തേജസ് കണ്ടെന്ന്. യെശയ്യാവിനെ കുറിച്ച് പറയുന്നത് മിശിഹൈക പ്രവാചകനാണ്. കന്യ ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും. സ്വത്രം. അസാധാരണ പ്രവചനം. ദൈവത്തെ കണ്ടവന് മാത്രമേ അസാധാരണമായി പ്രവചിക്കാൻ കഴിയത്തുള്ളൂ. അസാധാരണ ദൂത് പറയാൻ കഴിയത്തുള്ളൂ. ആ ദൂത് ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവർക്കും ദൂത് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം കന്യ ഗർഭിണിയാകുമെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ് അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, സ്വത്രം, ആ ദൂത് എഴുതത്തില്ല, ആ ദൂത് പറയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ആവശ്യം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരെ അല്ല. ദൈവം പറയുമ്പോൾ ഒരു പോഷനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ, മിറക്കിൾ നടക്കുവാനിടയാകുമെന്ന് ദൈവസഭയോട് ആത്മാവ് ദൂത് വിളിച്ചു പറയാ. കന്യഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം യെശയ്യാവ് പ്രവചിച്ചു. ആമേൻ. 53-ാം അധ്യായം ഉടനീളം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം വളരെ കൃത്യമായി വിവരിച്ചു. യേശുവിന്റെ ക്രൂശുമരണം, യെശയ്യാവ് ക്രൂശിക്കപ്പെടുന്ന വ്യതയനുഭവിക്കുന്ന മിശിഹയെ കുറിച്ച്, യേശുവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചു. ഹല്ലേലൂയ. യെശയ്യാവ് 32:1, ഒരു രാജാവ് നീതിയോട് വാഴും. ഇനിയും വാഴാൻ പോകുന്ന മഹത്വത്തിന്റെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവാകുന്ന രാജാധിരാജാവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച്. 5 വർഷം കഴിഞ്ഞ ഇലക്ഷൻ ഇല്ല. അവൻ പ്രൈസ് ദി ലോർഡ് യുഗായുഗം വാഴാൻ പോയി. ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രതിപക്ഷമില്ലാത്ത നേതാവായ യേശു ക്രിസ്തു. കർത്താവിന്റെ ഭരണത്തിൽ പ്രതിപക്ഷമില്ല കേട്ടോ. കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. ഒരു നല്ല നാള് വാഗ്ദത്തം ചെയ്ത് ഭരിക്കാൻ പോകുന്ന യേശു ക്രിസ്തു താമസമില്ല, വരാൻ പോകുക. ഇന്ന് രാത്രി ദൈവജനം വരവിന് വേണ്ടി ഒരുക്കപ്പെടട്ടെ, യേശുവിനെ കാണുവാൻ വേണ്ടി.
ഹല്ലേലൂയ. യെശയ്യാവ് 6-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നാം കാണുന്നു യെശയ്യാവ് അവൻ്റെ മനോഹരത്വം കണ്ടു. ഉസ്യാവ് മരിച്ച ആണ്ടിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഹരത്വം കണ്ടു. കർത്താവ് ഉയർന്നും പൊങ്ങി നിൽക്കുന്ന സിംഹാസനത്തിൽ നിൽക്കുന്നത് ആര് കണ്ടു? യെശയ്യാവ് കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ കാഴ്ചയിൽ യെശയ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ. എന്നാൽ കർത്താവ് എവിടെ എന്താ ചെയ്തത്? ഒരു തീക്കനലെടുത്ത് യെശയ്യാവിൻ്റെ നാവിന്മേൽ തൊട്ടു. ഉടബല ഹത്തലാറകൾ പ്രവന യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കാൻ പോകുക, സാക്ഷിയാക്കാൻ പോകുകയാണ്. ഓ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ശുദ്ധീകരണത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നിന്നെ അവിടുത്തെ കരങ്ങളിൽ എടുത്ത് ഇണങ്ങി ആയുധമായി എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരങ്ങൾ ഇണങ്ങി ആയുധമായി ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും. ഇന്ന് രാത്രി ഇവിടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുമ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എൻ്റെ കർത്താവിൻ്റെ മനോഹരത്വം ഒന്ന് കാണണം. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു. ഹല്ലേലൂയ. സക്കായി യേശുവിനെ കണ്ടു. പത്രോസ് അവൻ്റെ മഹിമ കണ്ടു. ഹല്ലേലൂയ. യവനന്മാർ ആഗ്രഹിച്ചു, യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണണം. സർ, യു വാണ്ട് ടു സീ ജീസസ്. യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കയിൽ ഗാംബിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ ഭൂരിപക്ഷവും മറ്റൊരു മതസമൂഹം തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്. വർഷങ്ങൾക്ക് പുറകിൽ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ അവിടെ ഒരു ക്രൂസൈഡ് നടത്തി. ആ ക്രൂസൈഡിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. ക്രൂസൈഡ് നടന്നതിൻ്റെ അടുത്ത ദിവസം ഗാംബിയയിലെ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഒരു ബാലൻ ഉറക്കെ ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെയുള്ള മത നേതാക്കന്മാർ ആ ബാലനെ ചോദ്യം ചെയ്തു. ബാലനോട് ചോദിച്ചു, കുഞ്ഞേ, ഇതേത് രാജ്യമാണ് നിനക്കറിയാമോ? ഏത് മതമാണ് ഇവിടെ ഉള്ളത് നിനക്കറിയാമോ? നീ എന്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു? ആ ബാലൻ ഇപ്രകാരം പറഞ്ഞു, ഇന്നലെ രാത്രി വരെ എൻ്റെ കുഞ്ഞനുജൻ, അമ്മയുടെ ഗർഭം മുതൽ ഇന്നലെ രാത്രി വരെ എൻ്റെ കുഞ്ഞനുജൻ സംസാരിക്കത്തില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയയുടെ ശബ്ദം ഉയർന്നപ്പോൾ അവൻ ജീവിതത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി അവൻ സംസാരിച്ചു തുടങ്ങി. അതുകൊണ്ട് ആ മത നേതാക്കന്മാരോട് അവൻ പറഞ്ഞു, നിങ്ങൾക്കാർക്കും എന്നെ തടയാൻ കഴിയത്തില്ല. കാരണം ആ ഹല്ലേലൂയയുടെ ശബ്ദത്തിന് എൻ്റെ കുഞ്ഞനുജൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടിച്ച് അവൻ സംസാരിച്ചെങ്കിൽ നിങ്ങൾക്കാർക്കും എന്നെ തടയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ കണ്ടവർ, അത്ഭുതങ്ങൾ അനുഭവിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരു മതശക്തികൾക്ക് യേശുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടവല ഹംദല ജാലക ധീര പ്രൗഢ ഓ റിഖ ബാബ ഹംദാരാജ റീബാരാജ അടകാരാജ റീബാരാജ ഹംദാരാജ ബൗഡാരാജ അർത്ഥാരാജ റീബാരാജ ഹംദാരാജ റീബാരാജ ഓ റിഖ ബാബ ഹംദാരാജ റീബാരാജ ഉടബാരാജ ഹംദാരാജ റീബ കൗഡ വൈഡ പ്രൗഢ അർത്ഥലജാല ധീരൽ ഘടകം ജലകത്താര ധീര പ്രൗഢേ. ദൈവശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടബല ഹന്തല ജാലക റീബൽ കൗഡ മനക രഗദ റീബാരാജ ഊറാബാബ. ഒരു നിമിഷം ദൈവസ്ഥനെ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആത്മാവിലൊന്ന് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് പറയാം, അഭിഷേകം എന്നിൽ പകരണമേ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. എനിക്ക് കർത്താവെ അങ്ങയെ കാണണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം, അങ്ങയുടെ മനോഹരത്വം എനിക്ക് കാണണം അപ്പാ. ഇതിനകത്തിൽ കടന്നു വന്നവർ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ചില പ്രിയമുള്ളവർ ഭവനത്തിൽ രോഗികളായി വിട്ടേച്ചു പോകുന്നവരുണ്ട്. ഉടബല ഹപ്തല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്